കൃഷ്ണ. ഒക്ടോബർ 22 തൊട്ട് ഒക്ടോബർ 27 വരെയുള്ള ഈ 6 ദിവസം നമ്മൾ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളാണ്. ഭഗവാൻ ഷൺമുഖന് വേണ്ടി അദ്ദേഹത്തിന്റെ മാതാവായ പാർവതി മാതാവ് അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം എന്ന് പറയുന്നത്. വ്രതം എന്ന് പറയുന്ന വെറുതെ ഒരു ഭക്ഷണ ക്രമീകരണം മാത്രമല്ല, നമ്മുടെ ജീവന്റെയും നമ്മുടെ ആത്മാവിന്റെയും ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് വ്രതാനുഷ്ഠാനം. ഈ ശുദ്ധീകരണം നമുക്ക് ജപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സാധനയിലൂടെയും ധ്യാനത്തിലൂടെയും നേടാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ 6 ദിവസത്തെ വ്രതം എന്ന് അറിയാം. അതായത് 6 ദിവസങ്ങളിലായിട്ട് ഭഗവാൻ ശ്രീമുരുകൻ അദ്ദേഹത്തിന്റെ ശക്തിവേൽ ഉപയോഗിച്ച് 3 അസുരന്മാരെയാണ് വധിച്ചിരിക്കുന്നത്. ഈ അസുരന്മാര് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഓരോ മനുഷ്യരുടെയും അകത്തുള്ള അസുരനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ 3 അസുരന്മാര്? താരകാസുരൻ, ശൂരപത്മൻ, സിംഹമുഖൻ. ഇവയൊക്കെയാണ് ഈ 3 അസുരന്മാര്. താരകാസുരൻ അവിദ്യയെയും ശൂരപത്മൻ അഹങ്കാരത്തെയും സിംഹമുഖൻ ക്രോധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 അസുരന്മാരെ വധിക്കുന്നതിലൂടെ ഭഗവാൻ ഷൺമുഖൻ നമ്മുടെ ഈ ഒരു വലിയ പ്രപഞ്ചത്തിലേക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത്. മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ 3 അസുരന്മാരെ നമ്മളും ഈ ഒരു 6 ദിവസത്തിനുള്ളിൽ വധിച്ചിരിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഈ 3 അസുരന്മാരെ വധിക്കാനായിട്ട് ഭഗവാൻ ആറുമുഖൻ 6 പടയവീടുകളിലായിട്ട് താമസിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവുമായി 6 സ്ഥലങ്ങളിലായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഇന്ന് ആ 6 സ്ഥലങ്ങൾ ഭഗവാന്റെ 6 പടയ വീടുകളായിട്ടുള്ള 6 പുണ്യക്ഷേത്രങ്ങളാണ്. ഇന്ന് നമ്മൾ തമിഴകം ആ 6 ക്ഷേത്രങ്ങളെ അത്രയും വലിയൊരു മൂല്യത്തോടു കൂടിയാണ് കാണുന്നത്. ഏതൊക്കെയാണ് ഈ 6 ക്ഷേത്രങ്ങൾ? തിരുപ്പരംകുன்றம், തിരുച്ചെന്തൂർ, തിരുത്തണി, സ്വാമിമലൈ, പഴമതിർച്ചോല, പളനി. ഇവയൊക്കെയാണ് ഭഗവാൻ മുരുകന്റെ 6 പടയ വീടുകൾ എന്ന് പറയുന്നത്. ഈ 6 ദിവസത്തിൽ ഈ 6 ക്ഷേത്രത്തിലും വളരെ വലിയ രീതിയിലുള്ള ഒരു ഉത്സവമാണ് അരങ്ങേറാറുള്ളത്. തന്റെ പുത്രൻ യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു ജയം നേടി വരാനായിട്ട് പാർവതി ദേവി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ഠി വ്രതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും മക്കൾക്കായിട്ട് ഈ വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹര ഹരോ ഹര ഹര.